ഒരു നല്ല നാടൻ മീൻകറി, തേങ്ങ അരച്ച് നല്ല രുചികരമായ ഒരു നാടൻ മീൻകറി വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊടിയല്ല, എൻ്റെ കയ്യിൽ മുഴുവൻ ഉലുവയാണുള്ളത്, ഞാൻ അതാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കളർ മാറുക. പിന്നെ അതിനുശേഷം നമുക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു 3-4 ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കളർ മാറുന്നവർ നിൽക്കണ്ട. ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിലേക്ക് തന്നെ നമ്മൾ തിരുകി വെച്ചിരിക്കുന്ന തേങ്ങ, അതൊരു ഒരു കൈപ്പിടിയോളം വരുന്ന തേങ്ങ, അതാണ് അതിൻ്റെ അളവ്. ആ ഒരു അളവിന് തേങ്ങ എടുക്കുക. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് മൂപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് നിർത്താം. ഇതിപ്പോൾ ഒരു മിനിറ്റോ കൂടിപ്പോയാലോ 2 മിനിറ്റിലോ നമുക്ക് ഈ വഴണ്ട് കിട്ടും. പിന്നെ അതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു മണത്തിനും നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ആദ്യമേ കറിവേപ്പില ചേർത്താൽ അത് കരിഞ്ഞു പോകും, അതുകൊണ്ട് ലാസ്റ്റ് ചേർക്കുക. അതിനുശേഷം നമ്മൾ പൊടികളിടുക. പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി, ഞാനിവിടെ ഉപയോഗിച്ചിരുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു 2-3 കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി വളരെ കുറച്ച് മതി. കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അതും കൂടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നമ്മൾ നല്ല അരപ്പായിട്ട് മിക്സിയിൽ വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. ഒരു തരിതരിപ്പോടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. നല്ല മഷിയായിട്ട് അരച്ചെടുക്കണമെന്നല്ല, ഒരു തരിതരിപ്പോട് കൂടി. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില, ഞാൻ ചേർത്തിരിക്കുന്നത് കറിവേപ്പില, പിന്നെ ഒരു അരത്തണ്ട് നമ്മുടെ മുരിങ്ങാക്കോല്, പിന്നെ തക്കാളി പുളിയുടെ ആവശ്യം, നമ്മൾ എന്തായാലും പുളി ചേർക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ തക്കാളി എന്ന് പറയുമ്പോൾ ഒരു വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മതിയാകും. ചെറിയ തക്കാളി ആണെങ്കിൽ 1 മുഴുവനായിട്ട് 4 കട്ട് ചെയ്തിടുക. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് തിളയ്ക്കുമ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിക്കുക. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നല്ലോണം ഒന്ന് തിളച്ച് ആ ഒരു കുറുകിയ പരുവത്തിലാകുമ്പോഴേക്കും നമ്മൾ പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിഴിഞ്ഞെടുക്കുന്ന പുളി, വാളൻ പുളിയല്ല, പിഴിപുളി, രസമൊക്കെ ഉണ്ടാക്കുന്ന പുളി. ആ ഒരു പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അതിൻ്റെ ജ്യൂസാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതും കൂടി ഒരു നേരം കൂടി അടച്ച് വെച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് എൻ്റെ കയ്യിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുളി തക്കാളിയുടെ എണ്ണം കുറയ്ക്കുക, മാങ്ങ ഇടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പുളി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. ഇപ്പം ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ മീൻ, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചൂര എന്നാണ്. ഈ മീനാണ് ഞാനിവിടെ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഇതെല്ലാം ഒന്നായതിന് ശേഷം നമ്മൾ മീനും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും ഒന്ന് അടച്ച് വെച്ച് നമ്മളിത് വേവിക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുത്തിട്ട്, കറിവേപ്പില എപ്പോഴും നല്ലൊരു ഫ്ലേവർ തരുമല്ലോ കറിക്ക്. അപ്പോൾ എപ്പോൾ ഇട്ടാലും നല്ലതാണ്. ഇതൊരു 3-4 പ്രാവശ്യമായിട്ട് ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ എപ്പോൾ ഇട്ടാലും അത് കറിക്ക് നല്ലൊരു രുചിയും നല്ലൊരു മണവും തരുന്നൊരു കൂട്ടാണ്. സോ അത് എത്ര വേണേലും ഇടാം. ഇത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഒരു 3-4 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും മീൻകറി റെഡിയായി. ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം കറക്റ്റാണോ, ഉപ്പും പുളിയും പാകമാണോ, എന്തെങ്കിലും ചേർക്കാനോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന കറിക്ക് കറക്റ്റ് തന്നെയാണ്, എല്ലാ ഉപ്പും പുളിയും പാകമാണ്. ഇതിലേക്ക് ഞാൻ പിന്നെയും കുറച്ചും കൂടി കറിവേപ്പില ഇടുന്നുണ്ട്. എഗെയിൻ അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ്, വളരെ നല്ലൊരു മണം ആ ഒരു സമയത്ത് കിട്ടും. ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്ന ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം നമ്മൾ മീൻകറിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചിലർ കടുക് വറുത്തൊഴിക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ കടുക് വറുത്തൊഴിക്കുന്നതിന് പകരം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്, പച്ച വെളിച്ചെണ്ണ. ഇത് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുക, 1 സ്പൂൺ മതിയാകും, ഒന്ന് തൂക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കറി നല്ല വെട്ടിത്തിളച്ച് നല്ല കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേരും ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. വളരെ രുചികരമായൊരു മീൻകറിയാണ്, ട്രൈ ചെയ്ത് നോക്കുക.